ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഉപ്പ് എല്ലാം കൂടെ വെച്ച് മാരിനേറ്റ് ചെയ്യാം. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് കേർഡും ഇട്ട് കൊടുക്കാം, കേർഡോ യോഗട്ട്. അപ്പോൾ അത് നമുക്ക് ചിക്കനെ കുറച്ചുകൂടി ജ്യൂസി ആൻഡ് ടെൻഡറി ആക്കും. സോ ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴിയാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കട്ട് പീസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ജീരകശാല റൈസ് അല്ലെങ്കിൽ കീമ റൈസ് 1.5 കപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1 അവർ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ആദ്യം തന്നെ അനിയൻ എടുത്തു, ഇത് തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് അത് നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഒരു ടൊമാറ്റോയും കുറച്ച് ചില്ലീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റീസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ കുറച്ച് കടുക് ഇട്ടു, പിന്നെ ക്രഷ് ചെയ്തിട്ടിരുന്ന ജിഞ്ചർ ഗാർലിക്കും നമ്മളെ പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടു, അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടോ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരും. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഒരുവിധം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു പാനിൽ കുറച്ച് നെയ്യും ഓയിലും ഇട്ട് ചൂടായതിന് ശേഷം ഉള്ളി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സെയിം ഓയിലിൽ തന്നെ ഞാൻ കാഷ്യൂവും റൈസും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. റൈസ് കുക്ക് ചെയ്യാൻ ആദ്യം ഫ്രൈഡ് എണ്ണയിൽ നമ്മുടെ എല്ലാ സ്പൈസസോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബേ ലീവ്സും പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ആഡ് ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ഒണിയനും പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും നല്ല ചൂടുവെള്ളം, നല്ല ബോയിൽഡ് വാട്ടറാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ഉപ്പും ലെമൺ ജ്യൂസും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 70 to 80% വെന്താൽ മതി. ബാക്കി നമുക്ക് ദം ചെയ്ത് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. സോ നമുക്കിനി ബാക്കി ദം ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ലെയർ ചിക്കൻ ഇട്ടു, അതിൻ്റെ മുകളിൽ ഒരു ലെയറിലായിട്ട് റൈസ് ഇടുകയാണ്. ഇങ്ങനെ ലെയർ ചെയ്താണ് നമ്മളിപ്പോൾ ദം ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് ലെയർ അരി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഒനിയൻ, കാഷ്യൂ, റൈസും കുറച്ചിടാം. പിന്നെ ഞാൻ കുറച്ച് ടേമറിക് പൗഡർ, കളറിന് പകരം ടേമറിക് പൗഡർ കലക്കി യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടു. പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ നെയ്യുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും ചിക്കൻ ആഡ് ചെയ്യാം. തേർഡ് ലെയർ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫോർത്ത് ലെയറായിട്ട് ബാക്കി വന്ന റൈസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം സെയിം പ്രൊസീജിയർ നമുക്ക് ആ ടേമറിക് പൗഡറും കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് നെയ്യ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യൂ റൈസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച് കൊറിയാൻഡർ ലീവ്സ് കൂടെ ആഡ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ലിഡ് വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനൊരു അലൂമിനിയം ഫോയിൽ പേപ്പറോടെ വെച്ചിട്ടുണ്ട്. സോ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ല ആവി വന്നിട്ടുണ്ട്. സോ ആ ടൈമിൽ നമ്മുടെ അരിയും ബാക്കി എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ടാകും.
അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാലഡിൻ്റെ കൂടെ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.